നമസ്കാരം എല്ലാവർക്കും പ്രോ റെസ്ലിംഗ് മലയാളം പറ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ന് നടന്ന റോ എപ്പിസോഡിൽ ഡ്രൂ മാക്കിൻടയർ റോമൻ റെയിൻസിനെ അറ്റാക്ക് ചെയ്തായിരുന്നു. ആ സമയത്ത് റോമൻ റെയിൻസിന് ഇഞ്ചുറി സംഭവിച്ച പോലെയാണ് നമ്മളെ കാണിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് റോമൻ റെയിൻസിന് ശരിക്കും ഇഞ്ചുറി സംഭവിച്ചോ ഇല്ലയോ എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. വീഡിയോ അവസാനം വരെ കാണണം. വീഡിയോയുടെ കിടക്കുമ്പോൾ നിങ്ങൾ വരെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനടി സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തൊട്ടടുത്താണ് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോ അങ്ങ് പോയേക്കാം. ഇന്ന് നടന്ന റോ എപ്പിസോഡിൽ എന്താ നടന്നതെന്ന് വെച്ചാൽ റോമൻ റെയിൻസ് വന്ന് പറഞ്ഞായിരുന്നു, ഇന്നത്തെ റോ എപ്പിസോഡ് വന്ന് പറഞ്ഞായിരുന്നു എനിക്കൊരു സിംഗിൾ മാച്ച് വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ സിംഗിൾ മാച്ചിന് വേണ്ടി റോമൻ റെയിൻസ് റിങ്ങിലോട്ട് വന്ന സമയത്ത് പുറകെ വന്ന് ഡ്രൂ മാക്കിൻടയർ വന്ന് റോമൻ റെയിൻസിനെ അറ്റാക്ക് ചെയ്തായിരുന്നു. അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഡ്രൂ മാക്കിൻടയറിൻ്റെ ഫിനിഷിംഗ് മൂവ് റോമൻ റെയിൻസിനെ ചെയ്ത സമയത്ത് റോമൻ റെയിൻസിൻ്റെ ഫേസ് വന്ന് റിങ്ങിൻ്റെ പോസ്റ്റിലോട്ട് ഇടിച്ചു. ആ സമയത്ത് ബാക്ക് സ്റ്റേജിൽ നിന്ന് കുറേ റെഫറിയും അതേപോലെ ഡോക്ടറും വന്ന് റോമൻ റെയിൻസിനെ ചെക്ക് ചെയ്തായിരുന്നു. അപ്പോൾ റോമൻ റെയിൻസിന് ഇഞ്ചുറി സംഭവിച്ചവരാണ് നമ്മളെ ഇന്നത്തെ റോ എപ്പിസോഡിൽ നമ്മളെ കാണിച്ചത്. അപ്പം റോമൻ റെയിൻസിന് ശരിക്കും ഇഞ്ചുറി സംഭവിച്ചോ എന്ന് ചോദിച്ചാൽ റോമൻ റെയിൻസിന് ഇഞ്ചുറി ഒന്നും സംഭവിച്ചിട്ടില്ല. ഇതൊരു സ്റ്റോറി ലൈനാണ്. ഡ്രൂ മാക്കിൻടയറിനും അതേപോലെ റോമൻ റെയിൻസിനും റെസ്ലിമേനിയ 35 ഒരു മാച്ചിന് വേണ്ടിയുള്ള സ്റ്റോറി ലൈനാണ് ഇന്ന് നടന്ന റോ എപ്പിസോഡ് വെച്ച് ആരംഭിച്ചത്. ഇതുവരെ റോമൻ റെയിൻസിനെ റെസ്ലിമേനിയ 35 ആരാ മത്സരിക്കുന്നതെന്നൊന്നും ഇതുവരെ പുറത്ത് വിട്ടിട്ടില്ലായിരുന്നു. അപ്പം ഡ്രൂ മാക്കിൻടയർ ആവാനാണ് വളരെ ചാൻസ് ഉള്ളത്. അതിൻ്റെ രീതിയിലുള്ള സ്റ്റോറി ലൈനാണ് ഇപ്പം ഇന്നത്തെ റോ എപ്പിസോഡിൽ ആരംഭിച്ചത്. ഇനിയും അടുത്ത റോ എപ്പിസോഡിൽ റോമൻ റെയിൻസ് വന്ന് ഡ്രൂ മാക്കിൻടയറിനെ അറ്റാക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്ക് ഒരു ഫ്യൂഡ് ക്രിയേറ്റ് ചെയ്തിട്ട് റെസ്ലിമേനിയ 35 ഇവർക്ക് രണ്ടുപേർക്ക് മാച്ച് ഉണ്ടാവാൻ വളരെ ചാൻസ് ഉള്ളതാണ്. ഇവർ രണ്ടുപേരുടെ മാച്ച് റെസ്ലിമേനിയ 35 നടന്നാൽ ഡ്രൂ മാക്കിൻടയർ വേഴ്സസ് റോമൻ റെയിൻസ് റെസ്ലിമേനിയ 35 നടക്കുവാണെങ്കിൽ ആരായിരിക്കും വിജയിക്കാൻ കൂടുതൽ ചാൻസ് ഉള്ളതെന്ന് വെച്ചാൽ അത് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. റോമൻ റെയിൻസിനെ നോക്കുവാണെങ്കിൽ റോമൻ റെയിൻസ് ഇപ്പം WWE ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരു സൂപ്പർ സ്റ്റാർ തന്നെയാണ്. ഡ്രൂ മാക്കിൻടയറിനെ നോക്കുവാണെങ്കിൽ ഡ്രൂ മാക്കിൻടയർ ഇപ്പം വളർന്നു വരുന്ന സൂപ്പർ സ്റ്റാറാണ്. WWE ഇപ്പം നല്ലതായിട്ട് പുഷ് നൽകുന്ന സൂപ്പർ സ്റ്റാറാണ്. അതുകൂടാതെ വിങ്സ് മിക്മാൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ഒരു സൂപ്പർ സ്റ്റാർ ആരാണ് വെച്ചാൽ ഡ്രൂ മാക്കിൻടയറാണ്. അപ്പോൾ ഇവർ രണ്ടൊരു മാച്ച് റെസ്ലിമേനിയ 35 നടക്കുവാണെങ്കിൽ ആര് വിജയിക്കും നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ചിലപ്പം ഈ മാച്ച് ചിലപ്പോൾ ഡിസ്ക്വാളിഫൈഡ് ആവാനായിരിക്കും ചാൻസ് ഉള്ളത്. ബാരൺ കോർബനും അതേപോലെ ബോബി ലാഷ്ലിയും വന്ന് റോമൻ റെയിൻസിനെ അറ്റാക്ക് ചെയ്ത് ഈ മാച്ച് ചിലപ്പം ഡിസ്ക്വാളിഫൈഡ് ആവാനായിരിക്കും കൂടുതൽ ചാൻസ് ഉള്ളത്. ഇവർ രണ്ടുപേരുടെ മാച്ച് നടക്കാൻ വളരെ ചാൻസ് ഉള്ളതാണ്. റോമൻ റെയിൻസ് വേഴ്സസ് ഡ്രൂ മാക്കിൻടയർ റെസ്ലിമേനിയ 35 നടക്കാൻ വളരെ ചാൻസ് ഉള്ളതാണ്. ഏകദേശം 90% എന്തായാലും ഉറപ്പാണ്. ഇവരുടെ മാച്ച് ഉറപ്പായിട്ട് നടക്കുന്നതാണ് റെസ്ലിമേനിയ 35. ഇനി WWE കൂടെ അനൗൺസ് ചെയ്താൽ മതി ഇവർ രണ്ടുപേരും ഡ്രൂ മാക്കിൻടയർ വേഴ്സസ് റോമൻ റെയിൻസ് റെസ്ലിമേനിയ 35 മാച്ച് ഉണ്ടെന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്താൽ മതി. ഇനിയുള്ള റോ എപ്പിസോഡിൽ ഇവർക്ക് രണ്ടുപേർക്ക് ഒരു ഫ്യൂഡ് പോകുന്നതാണ്. അത് വെച്ച് റെസ്ലിമേനിയ 35 ഒരു മാച്ച് ഒരു സിംഗിൾ മാച്ച് കാണുന്നതുമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അതേപോലെ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം റോമൻ റെയിൻസ് വേഴ്സസ് ഡ്രൂ മാക്കിൻടയർ റെസ്ലിമേനിയ 35 അങ്ങനെ ഒരു മാച്ച് വേണോ വേണ്ട നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളിതുവരെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതേപോലെ റെസ്ലിംഗ് ന്യൂസുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഉടനടി സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തൊട്ടടുത്താണ് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു റെസ്ലിംഗ് റിലേറ്റഡ് വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.